അച്ഛാ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വിട്ടു വരാം. ഇതിനെവിടെ കൊടുക്കുന്നുണ്ടോ? What? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് പുറത്തു പോകാറില്ല. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാരും പോണ്ട. പക്ഷെ നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള സഞ്ജയ് ഇല്ലാത്ത കുഴപ്പം എന്തിനാണ് അച്ഛന്? സഞ്ജയന്റെ പ്രോപ്സ് പ്രോപ്സ് ഇല്ലേ? ചെറുതായിട്ടൊരു കുഴപ്പമോട് ഒന്നുമില്ല. ഒരു പെണ്ണുണ്ണി. ഞാനൊക്കെ എന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്തിയവനാ. വെറുതെ അല്ല അപ്പുറത്ത് ഗോപാലങ്ങളുടെ കൂടെ പോയത്. ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും മുഖത്തോക്ക് സംസാരിക്കാറില്ല ആണുങ്ങളുടെ. എന്താ അവരൊക്കെ ഊമാളായിരുന്നോ? ഈ സഞ്ജു അതൊക്കെ പോട്ട്. ഇവിടെ എനിക്ക് തിന്നാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ സ്വിഗ്ഗിന്ന് വരും. ആര്? സ്വിഗ്ഗി വിശക്കുമ്പോ അവര് കൊണ്ടു തരും. എനിക്ക് അതിനെ കണ്ടവന്മാര് കൊണ്ടു തരുന്ന ഫുഡൊന്നും വേണ്ട. നാടെ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കും. കളിയാക്കുന്നറ. ഒന്നുമില്ല, ഞാൻ അച്ഛനല്ലേ. എന്റെ അമ്മൂമ്മയൊക്കെ എന്റെ അപ്പൂപ്പനെ കണ്ടാ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. റിയലി? അതെ, പക്ഷെ പുള്ളിക്ക് 16 മക്കളായിരുന്നു. വെറുതെ എല്ലാവരും പേടിച്ചത്. പോർ ഗ്രാൻഡ് മാ. ഞങ്ങക്ക് തന്നോടല്ലേ സംസാരിക്കണം, തന്റെ മോളോടാ. ആ തന്റെ ഡോട്ടർ എന്റെ ഫ്രണ്ടിനെ ഒരു മാസമാണ് പ്രേമിച്ചിട്ട് വഞ്ചിച്ചത്. നീ ഇന്നലെ ഈ സാധനത്തിന്റെ ഫോട്ടോ അല്ലല്ലോ എനിക്ക് കാണിച്ചു തന്നു. അതിപ്പോഴത്തെ എന്റെ മോളങ്ങളുടെ ഈ പെങ്കുച്ചിനെ പ്രേമിക്കുന്ന ഫൂൾ. കളിയാക്കരുത്. ചെറുക്കൻ താടി മിശയില്ലെന്നേ ഉള്ളൂ, അവൻ പുലി കുട്ടിയാ. അല്ല, യുവതി യുവാക്കളെ അമ്മ പ്രേമിച്ചെന്നിരിക്കും, പറ്റിച്ചെന്നിരിക്കും. പറ്റിക്കുന്ന മര്യാദയ്ക്ക് പറ്റിക്കണം. ചെറുക്കന്റെ 13,300 എത്രടാ? 56. അത്ര രൂപയാ പോയത്. അവൻ മാത്രമൊന്നുമല്ല, ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? ലൈം ജ്യൂസ്. അപ്പൊ ലൈം ജ്യൂസും കൂച്ച്. മോള് 10-35 ഫലൂഡ ആയിട്ടില്ല, അവ ഒരു ലൈം ജ്യൂസ് കുടിച്ചാനേ യാ കുഴപ്പം. ഞാൻ പറഞ്ഞു അവരോട് എനിക്ക് ഫലൂഡ മേടിച്ചു തരാൻ. നീയല്ലേ പറഞ്ഞ ഫലൂടെ ഫേവറേറ്റ് ഒന്നും. ഇവിടെ എന്താ പറഞ്ഞാണ് അതിനെ ബ്രേക്കപ്പ് ചെയ്തത്? അച്ഛന് ബ്ലോക്കാണ്. ഹാർട്ടില് ചുമ്മാ. ഇങ്ങേർക്ക് ബ്ലോക്കാ, വാട്സാപ്പിലായിരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചിട്ടാ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. എന്റെ ഇപ്പൊ ഇത്ര കാശ് എടുക്കാൻ കാണില്ല. ഗൂഗിൾ പേ ആയാലും മതി, ഗൂഗിൾ പേ എല്ലായിടത്തും വർക്ക് ചെയ്യും. അയ്യോ പപ്പ, നോക്കി നിൽക്കാതെ വന്നില്ലേ? ഇത്ര നേരം എവിടെയായിരുന്നു? എന്നിട്ട് അമ്മാവ് എന്ത് പറഞ്ഞു? മലയാളം പറഞ്ഞു. ചോറെടുത്ത്. അതെ, കുറച്ച് വെള്ളം ഒഴിച്ചോ. മുമ്പിലല്ലേ ഇരിക്കുന്നിടത്ത് കുടിച്ചൂടെ? മുമ്പിലല്ലേ ഇരിക്കുന്നിടത്ത് കുടിച്ചൂടേന്ന്. വെള്ളം ഒഴിച്ചു തരാൻ പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു തരണം. തർക്കുത്തരം പറഞ്ഞ് നിൽക്കരുത്. ഇനി വല്ലതും വേണോ? വേണ്ട, പൊക്കോ. ഇത് തന്നെയല്ലേ? ഇവള് തന്നെയല്ലേ? എന്നാ നിനക്ക് വേണ്ടി ഞാൻ പ്രപ്പോസ് ചെയ്യാം. എന്തോന്ന്? നീ വാ, ഇന്ന് താടാ തിണ്ടി. കുട്ടി ഒന്ന് നിൽക്കാവോ? കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല, ഇവനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 3 മാസമായിട്ട് എങ്ങനെ സംസാരിക്കാനായിട്ട് പുറകെ അടക്കിയ. അതപ്പ കുട്ടിയുടെ പേരെന്താ? ഏനു. അനു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് വിളിക്കാൻ നല്ല രസമുണ്ട്. ഏനു. ನೀವು ಯಾರು? ನೀನು ಏನು ಮಾತಾಡುತ್ತಿರುವೆ? टुंडू मौसी, ജഗ്ഗു ബന്ദർ, एक बंदर, छोटा भीम. ഹിന്ദിയാ? അറിയൂ? ഇല്ല. അറബിയ. നീ അവനെ വിളിച്ചേ. ഇപ്പൊ ശരിയാക്കി തരാം. എന്താ ചേട്ടാ? ചേട്ടാ, ഞങ്ങൾക്ക് ഈ കുട്ടി ഇഷ്ടമെന്നുള്ളത് ഒന്ന് ഹിന്ദി പറഞ്ഞു കൊടുത്തേ. ചേച്ചി, ഇവർക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. 3 മാസമായിട്ട് പിറകെ നടക്കാന്നും കൂടെ പറ. 3 മാസമായിട്ട് ചേച്ചിയുടെ പിറകെ നടക്കുകയാണ്. അല്ല, ഇത് മലയാളം അല്ലേ? ശരിയാണല്ലോ. ഇവൻ കേരളത്തിൽ ജനിച്ച് ഏതാണ്ട് ബംഗാളിടാ പോടാ നീറ്റി. എന്റെ കളിയാക്കുന്ന കൽത് ಹೋಗು ബൻസിയ. ഞങ്ങളോട് ക്ഷമിക്കലു. ഞങ്ങ ഇനി പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നോ പണി, ഒള്ളി ആജ്ഞ. നിന്റെ തൊട പോരല്ലോടാ. അമ്മയും പറയൂ അത്. പിന്നെ ഇപ്പൊ രാവിലെ മുട്ട പോലെ കഴിക്കുന്നുണ്ട്. അതല്ല, നിന്റെ ഈ തൊട. എങ്കിയാളെ കൂടാ. ഇവിടെ ഷവർമയൊക്കെ എങ്ങനെടാ? കുബൂസിന്റെ വണ്ടി ഇറച്ചി വയ്ക്കും. നീ ഇവിടെ കാറ്റില്ലാത്ത ലൈസാ കൊടുക്കുന്നേന്ന് കേട്ടു. ഞാൻ രാവിലെ പൊട്ടിച്ച് ഇച്ചിരി കാറ്റ് കൊടുക്കും. തർക്കുത്തരം പറച്ചിൽ ഇത്തിരി കൂടുതലല്ലേ? മോലാളി ചെക്ക, എനിക്ക് നിന്നെ മാത്രം നോക്കിയാൽ മതി. നിന്റെ കൂട്ടുകാരെ നീ വാറുന്നവരെ ശവായി കമ്പ്യൂട്ടർ ഞാൻ കറക്കും. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ? SSLC പാസ്സായ അവന്റെ കല്യാണമായിരുന്നു. എടാ, പണ്ടി കയ്യിരുന്ന് പെടുത്ത ചെറുക്കനാ. അയ്യോ, അതാരോടും പറയല്ലേ. എന്തിപ്പോ പെടുക്കാറില്ലേ? കയ്യിലിരുന്ന് പെടുക്കാറില്ല. ആളിച്ചിരി ഇൻട്രോവേർട്ടാണ്. ഇവിടെ കുറച്ച് ചോറ്, പപ്പടം കിട്ടിയില്ല.
അകത്താരെ കാറ്ററിംഗ് നടത്തുന്നേ? അയ്യോ കാറ്ററിംഗ് അല്ല, എന്റെ പുത്രനാ. ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് ചൊരണ്ടി തിന്നാ. മോൻ ചോറ് തിന്നുമല്ലേ? അയ്യോ തിന്നു അന്ന് പറയല്ലേ, ചോറും കലത്തി തലയിട്ടിരിക്കുക. പെണ്ണവിടെ ഉള്ള? പെണ്ണിന്റെ വീട്ടില്. കൂനംപോയിക്കുളത്താ വീട്, കാണാൻ ലഡു പോലെ ഇരിക്കുക. എന്താ കവള തുടക്കം മുന്തിരി ഉണ്ടാ? എനിക്ക് ലഡു തരട്ടാ രണ്ടെണ്ണം അങ്ങ്. നിന്റെ മൂത്തവന്റെ കല്യാണത്തിന് യവനെ കണ്ടില്ലല്ലേ? അതിന് മണ്ഡപത്തിൽ ഇവൻ വേണ്ടേ? കല്യാണത്തിന് നടന്ന 4 പന്തിയുടെ ഫോട്ടോയിൽ ഇവന്റെ തലയുണ്ട്. അതിന് മന്തി ഇല്ലായിരുന്നല്ലേ? മന്തി അല്ലടാ പന്നി, പന്തി. എന്റെ മോന്റെ കല്യാണമാണ്. ആ കല്യാണത്തിന് കുണാഫ കാണുവോ? നിന്റെ കുന്നാഫ എന്റെ കയ്യിലാണ്. കുന്നാഫ ഇല്ലാതെ അവൻ കെട്ടാൻ നടക്കും. ഇങ്ങനെ കള്ളച്ചോറ് കഴിച്ചാൽ മതിയോ കല്യാണം കഴിക്കണ്ടേ? അപ്പുറത്തെ ഷാജി വലിയ പെരുന്നാളിന് ഒരു പോത്തിനെ കൊടുക്കുന്നു. ഞാൻ ഈ പോത്തിനെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. മകന്റെ തീറ്റയ്ക്ക് കണക്ക് പറയല്ലോ. അയ്യോ കണക്കില്ല, കയ്യും കണക്കും ഇല്ല. നീ തിന്ന് മുടിപ്പിച്ചതിന് പാവോടാ. അവനാ കലത്തി തലയിട്ട് കരയുമായിരിക്കും. പാപ്പാ ഫ്രിഡ്ജിൽ ഇരുന്ന ബ്രെഡ് തീർന്ന. ആ കലത്തി തലയിട്ട് കൊല്ലടാവേ. നീ ഒരു കാര്യം ചെയ്യ, അവിടെ കല്യാണം വിളിക്കണ്ട. നിനക്ക് അത്ര ചെലവ് കുറഞ്ഞു കിട്ടും. പോ പോ പോ. എല്ലാരും ഇങ്ങനെ പറഞ്ഞായിരുന്നു. പറയും അച്ഛൻ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന്. അച്ഛനെ പറ്റിയാണോ അബോധം പറഞ്ഞത്? എടാ ഒരു അക്കൗണ്ടിലേക്ക് സ്ഥിരം കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വല്ല ആവശ്യത്തിനായിരിക്കും. ഇത് ആവശ്യത്തിനല്ല, ഇത് അനാവശ്യത്തിനാ. അല്ല എയർപോർട്ട് അവിടെ നിന്ന് അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിൽ ട്രസ്റ്റഡ് ആയിട്ടൊരു പേജ് ആടാണെങ്കിൽ കൊല്ലും ഞാൻ. ഇതിന്റെ കാശ് അവിടെ നിന്ന് പറ. നിക്കേ അച്ഛൻ കാശ് അയച്ചു കൊടുക്കുന്നു. ഇവന്റെ എയർപോർട്ട് ഇവൻ അച്ഛനെ പറ്റി നല്ലത് പറയുന്നു. LCU കൺഫേം. ആരാടി നീ? സുമലത. എടാ സ്വന്തം തന്തയായിട്ടാണ് എടാ സുള്ളി പറ്റിക്കുന്നത്. ഞാനിപ്പോ സുമിത്തല്ല, നമ്മുടെ അച്ഛൻ സ്നേഹിക്കുന്ന സുമലതയാണ്. ബോഡി ഗാർഡ് കളിക്കുന്ന. അതെ ഞാനൊരു ഹായ് ഇട്ടോളൂ. നമ്മുടെ തന്തയുടെ റൊമാൻറ്റിക് കണ്ടിട്ടില്ല. എന്നാ കാണും വീഡിയോ. എനിക്ക് വയ്യ മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ പണ്ട് 6 മണിക്ക് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത്. ഈ ഒരു നമ്പറിലോട്ട് ഒരു 10,000 രൂപ അയച്ചോളൂ. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ശരി. ആ പറയച്ചാ. മോനെവിടെ? ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചോണ്ടിരിക്കുന്ന അച്ഛാ. വേഗം കഥ പറഞ്ഞെങ്കിൽ വാ, അച്ഛൻ പുറത്ത് ഇപ്പോണ്ട്. അച്ഛൻ പുറത്തുണ്ടെന്ന്. സാധനം കുറവാ. എടാ പോടാ പറ്റി. എടാ എല്ലായിടത്തും മാറ്റാ വേഗം. അച്ഛാ അമ്മ കുറച്ച് അവലൂസിന്റെ ഉടുപ്പൊക്കെ തന്നു വിട്ടോ. വാണാ പോട്ടെ. അച്ഛനെ അകത്തോട്ട് വിളി. ഇല്ല അച്ഛാ, നമുക്ക് പുറത്തോട്ട് പോയിട്ട് അകത്തോട്ട് വരാം. പിതാവേ. ആ മോനെ, അച്ഛൻ കുറച്ച് അവലൂസ് ഉണ്ടായിട്ട് വന്നേ. സെറ്റ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? എല്ലാണോ അടിച്ചുറക്കം. എല്ലാണോ പഠിച്ച് ഭയങ്കര ഉറക്കം. അപ്പൊ എല്ലാം ആയില്ലേ? അച്ഛ അകത്തോട്ട് വാ. എന്തുവാടാ ഇത്? അത് കല്ല. കല്ല് പോലെ കണ്ണു തുറന്നിരുന്ന് ഉറങ്ങിക്കളയും. ഇതൊരു അസുഖം. അതെ. അച്ഛകത്തോട്ട് എടുക്കും. സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ. ഒന്നും പേടിക്കണ്ട, സംശയിക്കാത്ത രീതി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സംശയമേ ഇല്ല. എന്തു അച്ഛാ, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു. എന്തോന്നാ മോണാക്ട് മിമിക്രി ഒരുമിച്ചാ മാറിയില്ലടാ. എടാ ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ പൊക്കോണ്ടിരുന്നത്. ഇങ്ങേരെന്ത് ശബരിമലയ്ക്ക് ടൂർ പോയത്? പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടിയിരുന്നാലേ പാച്ചാൻ പറ്റത്തുള്ളായിരിക്കും. അച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ച്? 2ാം ക്ലാസ്. APPL ആപ്പിളന്ന് പാച്ചാൻ വേണ്ടിയാണെങ്കിൽ പോസ്റ്റിന്റെ അടിയിൽ പോയിരുന്നത്. അല്ല നിനക്കൊക്കെ എത്ര രൂപ ടൂർ ഫീസ്? 5000. കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇങ്ങട്. ഇതിൽ നിന്ന് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യത്തിനും 1000 രൂപ. പക്ഷെ ഉത്തരം പറയട്ടെ. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ്. ഗോതമ്പ്. ഇത് ഗ്ലോബൽ വാർമിംഗ് വേറെ. അറിഞ്ഞൂടച്ച. 1000 കട്ടെ. എന്താണ് ന്യൂട്ടന്റെ വേണ്ട 2ാമത്തെ ചലന നിയമം? ന്യൂട്ടന്റെ 1ാമത്തെയും 3ാമത്തെയും ഇടയിലുള്ള ചലനമാണ് 2ാം ചലന നിയമം. എടാ അത് ഭയങ്കര സംഭവമായി പോയല്ലോടാ. അത് ഭയങ്കര സംഭവമായിരുന്നു. അന്നത്തെ അവധിയൊക്കെ ഉണ്ടായിരുന്നു. 2000 കട്ടെ. അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞേ കെമിക്കൽ ലൈം സോഡയുടെ ഫോർമുല.